മണ്ഡലകാലമായതുകൊണ്ട് തന്നെ നല്ല തണവാണ്. അങ്ങനെ കാലത്തെണീറ്റപ്പോൾ എന്നെ വെൽക്കം ചെയ്യാനെത്തിയത് ഈ അമ്മപ്പൂച്ച മോളാണ്. ഇവരുടെ സ്നേഹപ്രകടനം കണ്ട് ഞാൻ നേരെ പോയത് എൻ്റെ താമരപ്പൂവിലേക്കാണ്. എന്ന് പൂവുണ്ടാവുമെന്ന് ഇവരോട് ചോദിച്ചിട്ട് ആ താമരപ്പൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നേരെ ഞാൻ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോയപ്പോഴാണ് നമ്മുടെ ഇവിടെ ഒരു ചായക്കട വന്നിട്ടുള്ളത് കാണുന്നത്. ടൈം കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കയറണം. അങ്ങനെ എൻ്റെ ബസ് വന്ന് ട്യൂഷന് പോകാനുള്ളത്. നല്ലൊരു അടിപൊളി യാത്രയാണ്. ഞാൻ പോകുന്ന റൂട്ടിൽ പാടവും അമ്പലവും എല്ലാം കണ്ട് ഹാപ്പിയായി ട്യൂഷനെല്ലാം കഴിഞ്ഞ് ഞാൻ നേരം പോകുന്നത് സ്കൂളിലേക്കാണ്. ഇന്ന് ഞങ്ങൾക്കൊരു കലോത്സവം ഡ്യൂട്ടി ആയിരുന്നു. വേറെ എവിടേക്കല്ല പോകുന്നത്, ഇരിങ്ങാലക്കുടയിൽ ബോയ്സ് സ്കൂളിലായിരുന്നു. കലോത്സവം ഡ്യൂട്ടി എന്ന് പറയുന്ന പോലെ തന്നെ അവിടെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീകമായിരുന്നു. ദെൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ LF സ്കൂളിലേക്ക് പോകുന്നു. അവിടെ എനിക്ക് ഇന്നത്തെ ഡ്യൂട്ടി കിട്ടിയ സ്റ്റേജ് എന്ന് പറയുന്നത് ഒന്നാമത്തെയായിരുന്നു. പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു ആ ഒരു സ്റ്റേജിൽ നടന്ന പരിപാടികൾ. അവിടെ പോകുന്ന വഴിയിൽ നാടകത്തിനുള്ള സെറ്റെല്ലാം ഇട്ട് തുടങ്ങുന്നുണ്ട് കുട്ടികൾ. അങ്ങനെ എല്ലാവരും നല്ല ഹറിബറിയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ റൂമിലേക്ക് നമ്മൾ പാരൻസും കുട്ടികളും എല്ലാവരും കൂടിയായിട്ട് നല്ല തിക്കും തിരക്കുമായിരുന്നു. നമ്മുടെ പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അവരിന്നത്തെ തീം എന്ന് പറയുന്നത് ഉത്സവം കാണുന്ന കുട്ടികളുടെ ചിത്രമായിരുന്നു അവർക്ക് വരയ്ക്കാനായിട്ടുണ്ടായിരുന്നത്. അവരോരോരുത്തരും അവരുടെ കഴിവുകൾ മികച്ച രീതിയിൽ തന്നെ പ്രകടിപ്പിച്ചു. ഞങ്ങൾ തന്നെ നല്ല അത്ഭുതമാവാണ് ചെയ്തത് അവരുടെ ഓരോ വർക്കുകളും കാര്യങ്ങളും കണ്ടിട്ട്. അങ്ങനെ ഈ ഒരു കലോത്സവത്തിൻ്റെ ഡ്യൂട്ടിക്ക് നിന്ന ശേഷം അതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും നേരെ പോയത് ഫുഡ് അടിക്കാനാണ്. ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ വേറെ എവിടേക്കല്ല പോയത്, ഇക്കുബായിലേക്കാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ ഡേ അവസാനിച്ചു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.